നാഞ്ചിനാട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ മുനമ്പിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ ഞെരുങ്ങിക്കിടക്കുന്ന ഹരിതഭൂമി. ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട അഗസ്തീശ്വരം, തോവാള, കൽക്കുളം എന്നീ താലൂക്കുകളിലാണ് ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നാഞ്ചിനാട് സ്ഥിതി ചെയ്യുന്നത്. നാഞ്ചിനാട് കലപ്പകളുടെ നാട് എന്ന പേര് അന്വർത്ഥമാക്കും വിധം ഹരിത സമൃദ്ധമാണ് നാഞ്ചിനാട്. ഇവിടെ വിളയാത്ത ഫലമൂലാദികളില്ല, കാർഷിക വിളകളില്ല. ഈ സമ്പൽ സമൃദ്ധിയാണ് നൂറ്റാണ്ടുകളോളം സമീപസ്ഥങ്ങളും വിദൂരങ്ങളുമായ രാജ്യങ്ങളുടെ ആക്രമണത്തിന് നാഞ്ചിനാടിനെ വിധേയമാക്കിയത്. നാഞ്ചിനാട് ഫലഭൂയിഷ്ടമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും മാത്രമല്ല നാഞ്ചിനാടിനെ സമ്പൽ സമൃദ്ധമാക്കിയത്. നാഞ്ചിനാട്ടുകാരുടെ കഠിനാധ്വാനം ഇതിന് ഹേതുവാണ്. ഇതിനേക്കാൾ ഉപരി നാഞ്ചിനാടിൻ്റെ ജലസമൃദ്ധിയും സഹ്യനിൽ നിന്നുറവിടുന്ന അനേകം തെളിനീർച്ചാലുകളും പ്രകൃതിദത്ത ജലസ്രോതസ്സുകളും മനുഷ്യൻ്റെ കഠിനാധ്വാനവും ആധുനിക സാങ്കേതിക വിദ്യയും നാഞ്ചിനാടിനെ അന്നും ഇന്നും ജലസമൃദ്ധവും ഹരിതസമ്പന്നവുമായി നിലനിർത്തുന്നു. നാഞ്ചിനാട് തെക്കുവടക്ക് പടിഞ്ഞാറേ അതിര് മുഴുവൻ തിരയിടുന്ന ജൈവസമൃദ്ധമായ അറബിക്കടൽ നാഞ്ചിനാടിന് പ്രദാനം ചെയ്യുന്നത് മത്സ്യസമ്പത്ത് മാത്രമല്ല, ഈ കടൽ തീരങ്ങൾ ആർജിച്ചത് വ്യാപാര സമ്പത്തുമാണ്. സഹസ്രാബ്ദങ്ങളായി അന്തർദേശീയമായി അറിയപ്പെടുന്ന തുറമുഖങ്ങളാണ് നാഞ്ചിനാടിനുള്ളത്. ക്രിസ്തു 1-ാം ശതകത്തിൽ ഗ്രീക്ക് പര്യവേഷകൻ ടോളമിയും എറിത്രിയൻ കടലിലെ പെരിപ്ലസും നാഞ്ചിനാടിൻ്റെ തീരഭൂമിയെ വർണ്ണിച്ചിട്ടുണ്ട്. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം ക്രിസ്തുവിന് മുമ്പ് 10-ാം ശതകത്തിൽ യഹൂദ രാജാവായ ശലോമോനു വേണ്ടി ഹീരാം എന്ന ഫിനീഷ്യൻ നാവികൻ്റെ തർശീഷ് കപ്പലുകൾ ആനക്കൊമ്പ്, മയിൽ, ചന്ദനം, കുരങ്ങ് മുതലായവയെ ഇറക്കുമതി ചെയ്തിരുന്നത് പൂവാറിന് തെക്കുള്ള നാഞ്ചിനാടൻ തുറമുഖങ്ങളിൽ നിന്നായിരുന്നു. നാഞ്ചിനാട് ധീരദേശാഭിമാനികളുടെ നാടാണ് നാഞ്ചിനാട്. ഇരവിക്കുട്ടിപ്പിള്ള വലിയ പടത്തലവനും കുന്നത്തൂർ കേശവപിള്ള ദിവാൻ എന്ന രാജാ കേശവദാസും തലക്കുളത്ത് തമ്പി ചെമ്പകരാമൻ വേലായുധൻ എന്ന വേലുത്തമ്പി ദളവയും ഈ മണ്ണിൽ പിറവിയെടുത്തവരാണ്. പ്രജാക്ഷേമ തൽപരരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് ജന്മം നൽകിയതും നാഞ്ചിനാടാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ആത്മാഭിമാനം വെച്ച് പുലർത്തുന്നവരാണ് നാഞ്ചിനാട്ടുകാർ. നാഞ്ചിനാട് 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ വേണാട്ടിലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ യൂറോപ്യൻ അധിനിവേശ ശക്തിയായ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് നാഞ്ചിനാടൻ തീരമായ കുളച്ചലിലാണ്.
അന്നത്തെ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ച വലിയ കപ്പിത്താനായി മാറുകയും ചെയ്ത ഡിലനായി എന്ന ഡച്ച് നാവികൻ ആസ്ഥാനമാക്കിയതും അദ്ദേഹവും ഭാര്യയും മകനും അന്ത്യവിശ്രമം കൊള്ളുന്നതും നാഞ്ചിനാട്ടിലാണ്. നാഞ്ചിനാട് വിദേശ വ്യാപാരത്താലും കാർഷിക സമൃദ്ധിയാലും സമ്പന്നമായിരുന്ന നാഞ്ചിനാട് ഇടക്കാലത്ത് പാണ്ഡ്യ ചോള രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. എങ്കിലും നാഞ്ചിനാട് സഹസ്രാബ്ദങ്ങളായി തനതായ ഒരു ഭരണകേന്ദ്രം കൂടിയായിരുന്നു. ആയി രാജവംശവും ചേര രാജാക്കന്മാരും വേണാടും ഇവിടെ ആസ്ഥാനമാക്കി രൂപം കൊണ്ടു നാഞ്ചിനാടിനെ ഭരിച്ചു. പതിനെട്ടാം നൂറ്റാണ്ടിൽ വേണാട്ട് രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ആസ്ഥാനവും നാഞ്ചിനാടായിരുന്നു. ശ്രീ അഥവാ ഐശ്വര്യം വാഴുന്ന നാട് എന്നർത്ഥമുള്ള തിരുവിതാംകോടായിരുന്നു നാഞ്ചിനാടിൻ്റെ തലസ്ഥാനം. അവിടെ നിന്ന് പിന്നീട് വേണാടിൻ്റെ ആസ്ഥാനം ഇരണിയലിലേക്കും തുടർന്ന് ക്രിസ്തുവർഷം 1601 പത്മനാഭപുരത്തേക്കും മാറ്റി. പക്ഷേ തങ്ങളുടെ മൂലസ്ഥാനമായ തിരുവിതാംകൂറിനോടുള്ള ആദരവ് വേണാട്ട് രാജാക്കന്മാർ ഒരിക്കലും വിട്ടില്ല. ചെറു രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് താൻ സ്ഥാപിച്ച രാജ്യത്തിന് മാർത്താണ്ഡവർമ്മ നൽകിയത് തിരുവിതാംകൂർ എന്ന പേരാണ്. നാഞ്ചിനാട് സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് നാഞ്ചിനാട്. തമിഴ് മലയാളം സംസ്കാരങ്ങൾ ഇവിടെ സമന്വയിക്കുന്നു. ജൈന ബുദ്ധ ദ്രാവിഡ ഹിന്ദു മതങ്ങളുടെ പുരാതന ഈടുവയ്പ്പുകൾ ഇവിടെ ഇന്നും ചിതറിക്കിടക്കുന്നു. ഈ സാംസ്കാരിക പൈതൃകമാണ് ദ്രാവിഡ വേദം എന്നറിയപ്പെടുന്ന തിരുക്കുറലിൻ്റെ കർത്താവായ തിരുവള്ളുവർക്കും സംഘകാല മഹാകാവ്യങ്ങളായ ചിലപ്പതികാരത്തിൻ്റെയും മണിമേഖലയുടെയും കർത്താവായ ഇളങ്കോ അടികൾക്കും ജന്മം നൽകാൻ നാഞ്ചിനാടിനെ പ്രാപ്തമാക്കിയത്. നാഞ്ചിനാട് ഈ സാംസ്കാരിക ഭൂമിയിലാണ് തോമയാർ കോവിൽ എന്ന തിരുവിതാംകോട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മർത്തോമൻ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ തത്വസംഹിതകളെയും സ്വാംശീകരിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും നാഞ്ചിനാടൻ പൈതൃകത്തിൻ്റെയും പ്രതീകമാണ് സഹസ്രാബ്ദത്തിനപ്പുറമായി പുനർനിർമ്മിക്കപ്പെടാതെ നിൽക്കുന്ന തോമയാർ കോവിൽ എന്ന ഈ ക്രൈസ്തവ ദേവാലയം. തൻ്റെ ഗുരുവിൻ്റെ സന്ദേശവുമായി ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ലീഹ ക്രിസ്തുവർഷം 52 അന്നത്തെ ഏറ്റവും മികച്ച ഇന്ത്യൻ തുറമുഖമായ മുസിരിസിലെത്തി സുവിശേഷമറിയിച്ചു. സഭ സ്ഥാപിച്ചു. തുടർന്ന് പാലയൂർ, നിരണം, കൊല്ലം എന്നീ തുറമുഖ നഗരങ്ങളിലും അദ്ദേഹം സുവിശേഷമറിയിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിൽ ഒരു ദശാബ്ദക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് അദ്ദേഹം തിരുവിതാംകോട്ട് എത്തുന്നത് എന്നാണ് പാരമ്പര്യം. സംസ്കാര സമ്പന്നമായ തിരുവിതാംകോടിന് സമീപമുള്ള നാഞ്ചിനാടൻ തുറമുഖത്തും ശ്ലീഹ സുവിശേഷമറിയിച്ചു, സഭ സ്ഥാപിച്ചു. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് അന്നത്തെ വേണാട്ട് രാജാവിൻ്റെ ക്ഷണപ്രകാരം ശ്ലീഹായും ശിഷ്യന്മാരും തലസ്ഥാനമായ തിരുവിതാംകോട്ടെത്തി രാജാവിനെ സന്ദർശിച്ചു.
അവർക്ക് സർവ്വസഹായവും വാഗ്ദാനം ചെയ്ത രാജാവ് ഒരു സ്വർണ്ണ താമ്പാളത്തിൽ പിച്ചിപ്പൂ, മുല്ലപ്പൂ, ചെറുനാരങ്ങ, ചന്ദനം, ഭസ്മം എന്നിവ വെച്ച് സർവസ്വദാനം നൽകി. ഇവയിൽ ഭസ്മം മാത്രം സ്വീകരിക്കാൻ ശ്ലീഹായുടെ ശിഷ്യന്മാർ വിസമ്മതിച്ചു. വിഭൂതി ധരിക്കാത്ത ചെട്ടികളോ എന്ന് ആശ്ചര്യഭരിതനായ രാജാവ് ചോദിച്ചതിനാൽ അവർക്ക് വിഭൂതിധരിയ ചെട്ടികൾ എന്ന പേരു വീണുവെന്നാണ് ഐതിഹ്യം. ധരിയ അഥവാ തരിയ ചെട്ടികൾ എന്നാണ് പിൽക്കാല ചരിത്രത്തിൽ തിരുവിതാംകോട്ടെ ക്രിസ്ത്യാനികൾ അറിയപ്പെടുന്നത്. എന്നാൽ സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള ത്രിസൈ ശുഭോ എന്ന സെമറ്റിക് പദത്തിൻ്റെ പ്രാദേശിക രൂപമായ തരിസ എന്ന വാക്കിൽ നിന്നാണ് തരിസ ചെട്ടികൾ അഥവാ തരിയ ചെട്ടികൾ എന്ന വാക്ക് രൂപമെടുത്തത് എന്നാണ് പണ്ഡിതമതം. ശ്ലീഹായോടൊപ്പം കുടിയേറിയത് ഇന്ത്യയുടെ കിഴക്കേ തീരത്തു നിന്നാണെന്നും അപൂർവം ചിലർ പ്രസ്താവിക്കുന്നുണ്ട്. തിരുവിതാംകോട്ടെ ചരിത്രപ്രസിദ്ധമായ വേണാട്ട് തിട്ടയുടെ വടക്ക് ഭാഗത്ത് മർത്തോമാ ശ്ലീഹായുടെ ശിഷ്യന്മാരായ 64 കുടുംബങ്ങൾക്ക് രാജാവ് ഓരോ പുരയിടവും വീടും കരമൊഴിവായി ദാനം ചെയ്തു. അവർ അവിടെ പാർപ്പുറപ്പിച്ച് വ്യാപാരം ചെയ്തു. പിൽക്കാലത്ത് അവരുടെ അപേക്ഷ പ്രകാരം ഒരു ആരാധനാലയത്തിനായി തൻ്റെ കൊട്ടാരത്തിനടുത്ത് തന്നെ അന്നത്തെ വേണാട്ട് രാജാവ് യോഗ്യമായ ഒരു ഭൂമി കരമൊഴിവായി ദാനം ചെയ്തു. തിരുവിതാംകോട്ടെ ക്രിസ്ത്യാനികളുടെ ആത്മീയ ദൃഷ്ടിതികൾ നടത്തുന്നതിന് അലക്സാന്ദ്രയോസ്, യാക്കോബ് എന്നീ പട്ടക്കാരെ അഭിഷേകം ചെയ്ത ശേഷം മർത്തോമാ ശ്ലീഹ ഇന്ത്യയുടെ കിഴക്കേ തീരത്തേക്ക് തൻ്റെ സുവിശേഷ ദൗത്യവുമായി യാത്രയായി. അവിടെ നിന്നും ചൈന വരെ തൻ്റെ രക്ഷകന്റെ സന്ദേശം അറിയിച്ച ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും ക്രിസ്തുവർഷം 72 മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷി മരണം പ്രാപിക്കുകയും ചെയ്തു. തരിയ ചെട്ടികളെന്ന് വിളിക്കപ്പെട്ട തിരുവിതാംകൂട് ക്രിസ്ത്യാനികൾ രാജാവ് ദാനം ചെയ്ത സ്ഥലത്ത് 2 തെരുവുകളായി കുടിപാർത്ത് വ്യാപാരം ചെയ്തു. കാലവിളംബമെന്യേ മികച്ച വ്യാപാരികളായി തരിസായ്ക്കൾ പേരെടുത്തു. സ്വർണം, വെള്ളി, പട്ടുവസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ മുതലായവയായിരുന്നു തരിസായ്ക്കളുടെ മുഖ്യ വിപണന വസ്തുക്കൾ. തരിസായ്ക്കളിൽ ചിലർ ശ്രീലങ്കയുമായി പനമ്പായി, കയർ മുതലായവയും വ്യാപാരം നടത്തിയിരുന്നു. വേണാട് രാജകുടുംബത്തിനുള്ള വിപണന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാനുള്ള അവകാശവും നൂറ്റാണ്ടുകളോളം തരിസാ ചെട്ടികൾക്കായിരുന്നു. പിള്ള എന്ന സ്ഥാനനാമത്തിലാണ് തരിസാ ചെട്ടികൾ അറിയപ്പെടുന്നത്. സവിശേഷമായ വ്യക്തിത്വം പുലർത്തുന്നവരാണ് തരിസായ്ക്കൾ. രൂപപ്രകൃതിയിൽ മാത്രമല്ല, വേഷഭൂഷകളിലും അവർ പ്രത്യേകതകൾ വെച്ചു പുലർത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ പോലും കുടുമയും കടുക്കനും അവർക്കുണ്ടായിരുന്നതായി രേഖകളുണ്ട്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ പട്ടം കെട്ടിയ വൈദികർക്ക് ശേഷം തരിസായ്ക്കളുടെ ആത്മീയ ദൃഷ്ടിതികൾക്ക് ഭംഗം നേരിട്ടു. ഇക്കാലത്ത് തരിസായ്ക്കളിൽ ഒരു വിഭാഗം ഹിന്ദുമതാവലംബികളായി. നൂറ്റാണ്ടുകളിലെങ്ങോ നാഞ്ചിനാടിനെ ഗ്രസിച്ച് 10,000-ത്തിലധികം ആളുകളുടെ ജീവനെടുത്ത കോളറ ബാധ തെരിസാ ചെട്ടിമാരുടെ എണ്ണവും ശുഷ്കിപ്പിച്ചു. പക്ഷേ കച്ചവടാർത്ഥം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയിരുന്ന തരിസാ ചെട്ടിമാർ രക്ഷപ്പെട്ടു. എന്നാൽ അവർ അതത് നാട്ടിൽ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കി. കൊല്ലം, കുണ്ടറ, കാർത്തികപ്പള്ളി, കായംകുളം, പിറവം തുടങ്ങിയ സ്ഥലങ്ങളിൽ തിരുവിതാംകോട്ടെ തരിസായ്ക്കൾ കുടിയേറിയിട്ടുണ്ട്. തിരുവനന്തപുരം ചാലയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭം വരെ തിരുവിതാംകോട് തരിസായ്ക്കൾ താമസിച്ചിരുന്നു. അക്കാലം വരെ അവിടെ അവർക്കൊരു കുരിശുപള്ളിയും ഉണ്ടായിരുന്നു.
16-ാം നൂറ്റാണ്ടോടെ തിരുവിതാംകോട്ടെ തരിസായ്ക്കളുടെ എണ്ണം നാമമാത്രമായതായി രേഖകളുണ്ട്. അവരുടെ ആത്മീയ നേതൃത്വവും വൈദികരുടെ സാന്നിധ്യവും ഇക്കാലത്തോടെ ക്രമരഹിതമായി. ഈ പ്രതിസന്ധികൾക്കിടയിലും ശേഷിച്ച തരിസായ്ക്കൾ സത്യവിശ്വാസത്തിൽ ഉറച്ചുനിന്നു. പക്ഷേ തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ തോമയാർ കോവിലിന്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും അന്യാധീനപ്പെട്ടു. ആത്മീയ ദൃഷ്ടിതികൾക്ക് എപ്പോഴൊക്കെയോ കേരളത്തിൽ നിന്നെത്തുന്ന വൈദികരെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലെത്തി. ഇപ്രകാരം തരിസായ്ക്കളുടെ ആത്മീയ പിതാവായി എത്തിയവരിൽ പ്രമുഖനാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിൽ ഇവിടെ താമസിച്ച് പ്രവർത്തിച്ച് മരിച്ച് തോമയാർ കോവിലിൽ തന്നെ കബറടക്കപ്പെട്ട എറണാകുളം മാമലശ്ശേരി കോനാട്ട് യാക്കൂബ് മൽപ്പാൻ. ദേവാലയ നിർമ്മാണത്തിനായി വേണാട്ടടികൾ ദാനം ചെയ്ത സ്ഥലത്ത് ശ്ലീഹായുടെ കാലശേഷം ഏതാനും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അന്നത്തെ വേണാട്ട് രാജാവ് തന്നെ കല്ലിട്ട് പണിതതാണ് ഇന്ന് കാണുന്ന ദേവാലയം. ലോകത്തിലെ പൊളിച്ചു പണിയാത്ത ഏറ്റവും പുരാതന ക്രൈസ്തവ ദേവാലയമെന്ന് ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിശേഷണം തികച്ചും യാഥാർത്ഥ്യമാണ്. എല്ലാ പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളെയും പോലെ ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലാണ് തിരുവിതാംകൂട് പള്ളിയും സ്ഥാപിതമായിരിക്കുന്നത്. സ്ഥാപകനോടുള്ള ബഹുമാന സൂചകമായി നൂറ്റാണ്ടുകളായി തോമയാർ കോവിൽ എന്ന പൂജ്യനാമത്തിലാണ് തിരുവിതാംകൂട് പള്ളി അറിയപ്പെടുന്നത്. രാജകീയ ദേവാലയം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന അരജപ്പള്ളി എന്ന പദം ലോപിച്ച് അരപ്പള്ളി എന്ന പേരിലാണ് തിരുവിതാംകൂട് പള്ളി മലയാളികളുടെ ഇടയിൽ പ്രശസ്തമായിരിക്കുന്നത്. ജാതി മതഭേദമന്യേ അനേകർക്ക് എന്നും അത്താണിയായ തോമയാർ കോവിലിൽ ഇപ്പോൾ പരിശുദ്ധ മർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ജാതിമതങ്ങൾക്കതീതമായി ഈ ദേവാലയത്തിൽ നെഞ്ചുരുകി പ്രാർത്ഥിച്ച് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നേടിയവർ അനേകായിരങ്ങളാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്ന് തോമയാർ കോവിലിലെ വിശുദ്ധ ദൈവമാതാവിനെ അവർ സാക്ഷിക്കുന്നു. പ്രഖ്യാപിത മർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായ തോമയാർ കോവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനിക പിൻഗാമിയായ പൗരസ്ത്യ കാതോലിക്കയുടെ നേരിട്ടുള്ള ഭരണത്തിലാണ്. കരിങ്കല്ലിൽ നിർമ്മിച്ച ലളിത മനോഹര കാവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിർമ്മിതിയാണ് തോമയാർ കോവിലിൻ്റേത്. നാഞ്ചിനാടിൻ്റെ സവിശേഷ ദേവാലയ നിർമ്മാണ രീതിയായ ശ്രീകോവിലും മണ്ഡപവും ചേർന്ന ശില്പശൈലിയാണ് പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച തോമയാർ കോവിലിൻ്റേത്. 8 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും 3 മീറ്റർ മാത്രം ഉയരവുമാണ് തോമയാർ കോവിലിനുള്ളത്. വിശുദ്ധ മദ്ബഹായും അഴിക്കകവും മാത്രമാണ് കരിങ്കൽ ഭിത്തികെട്ടി അടച്ചിരുന്നത്. ബാക്കി ഭാഗം കൽത്തൂണുകൾ താങ്ങുന്ന തുറന്ന കൽമണ്ഡപമായിരുന്നു. കരിങ്കൽ പാകിയ തറയും കരിങ്കൽ ഉത്തരങ്ങളുടെ മേൽ കരിങ്കൽ പലകകൾ പാകിയ മേൽക്കൂരയുമായിരുന്നു തോമയാർ കോവിലിൻ്റേത്. ഇടുങ്ങി ഉയരം കുറഞ്ഞ 3 വാതിലുകൾ വഴി മാത്രമാണ് പള്ളിക്കുള്ളിലേക്ക് പ്രവേശനം. മദ്ബഹായുടെ തെക്കും വടക്കും ഭിത്തികളിലെ 7 ഇഞ്ച് മാത്രം ഉയരമുള്ള 2 ജനലുകൾ മാത്രമായിരുന്നു
തെരിസ പുരോഹിതരുമായ യാക്കോബ് സ്വാമിയാർ, അന്ത്രയോസ് സ്വാമിയാർ, കോനാട്ട് യാക്കോബ് മൽപ്പാൻ തുടങ്ങിയ ആചാര്യന്മാരെ അടക്കിയ പള്ളിമുറ്റത്തുള്ള കബറിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്തു. കാലത്തിൻ്റെ കുത്തൊഴുക്കും നൂറ്റാണ്ടുകളിലെ ശ്രദ്ധാരാഹിത്യവും തോമയാർ കോവിലിൻ്റെ പുരാതന ഈടുവയ്പ്പുകളിൽ ഭൂരിപക്ഷത്തെയും അപ്രത്യക്ഷമാക്കി. പള്ളിക്കുള്ളിലെ കരിങ്കല്ലിൽ കൊത്തിയ ചെറിയ മാമോദീസ തൊട്ടിയും കരിങ്കൽ ജലസംഭരണിയും പാദക്ഷാളനക്കല്ലും നൂറ്റാണ്ടുകളിലെന്നോ സമ്മാനമായി ലഭിച്ച ഐക്കൺ പേടകവും പോർട്ടുഗീസുകാർ സമ്മാനിച്ച തൂക്കുവിളക്കും പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ധൂപക്കുറ്റിയും പോലെ അപൂർവം വസ്തുക്കൾ മാത്രമാണ് ചരിത്ര സ്മാരകങ്ങളായി ഇന്ന് തോമയാർ കോവിലിൽ ശേഷിച്ചിരിക്കുന്നത്. പരിശുദ്ധ മർത്തോമാ ശ്ലീഹായുമായി ബന്ധപ്പെട്ട അനേകം സ്മാരകങ്ങൾ നാഞ്ചിനാട്ടിലെങ്ങും ചിതറിക്കിടപ്പുണ്ട്. മുട്ടത്തെ തോമയാർ കുരിശ്, തോമയാർ തോട്ടം, പൊറയൻ കാൽവായ്, പട്ടിക ഇനിയും നീളുന്നു. ഇവയുടെ ഒക്കെയും മകുടമായി തോമയാർ കോവിൽ എന്ന തിരുവിതാംകൂട് പള്ളിയും. തമിഴ്നാട് സംസ്ഥാനത്ത് കന്യാകുമാരി ജില്ലയിൽ കൽക്കുളം താലൂക്കിൽ തിരുവിതാംകൂട് വില്ലേജിൽ തിരുവിതാംകൂട് ടൗൺ പഞ്ചായത്തിലാണ് തോമയാർ കോവിൽ എന്ന തിരുവിതാംകൂട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മർത്തോമൻ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിക്കുള്ള ദേശീയപാതയിൽ അഴകിയ മണ്ഡപം ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് തോമയാർ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 61 കിലോമീറ്ററും കന്യാകുമാരിയിൽ നിന്നും 38 കിലോമീറ്ററുമാണ് തോമയാർ കോവിലിലേക്കുള്ള ദൂരം. നാഞ്ചിനാട്ടിലെ ചരിത്ര നിലങ്ങളും കാഴ്ച നിലങ്ങളും പഴയ രാജ്യതലസ്ഥാനമായ തിരുവിതാംകൂടിന് ചുറ്റും ചിതറിക്കിടക്കുന്നു. തരത്തിലുള്ള സഞ്ചാരികളെയും പ്രീതിപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് ചുറ്റുമുള്ളത്. ക്രിസ്തുവർഷം 1629 മുതൽ വേണാടിൻ്റെയും തുടർന്ന് തിരുവിതാംകൂറിൻ്റെയും രാജധാനിയായിരുന്ന പത്മനാഭപുരം കൊട്ടാരം തോമയാർ കോവിലിൽ നിന്നും കേവലം 6 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. ചരിത്രപരമായി മാത്രമല്ല, ശില്പശൈലി കൊണ്ടും കലാഭംഗി കൊണ്ടും ശ്രദ്ധേയമായ പത്മനാഭപുരം കൊട്ടാരം സഞ്ചാരി മനസ്സിൽ പണ്ടേ ഇടം പിടിച്ച ഇടമാണ്. പത്മനാഭപുരം കൊട്ടാരത്തിന് സമീപം തന്നെയാണ് പത്മനാഭപുരം കോട്ടയും. ചെത്തിയെടുത്ത കരിങ്കല്ലിലുള്ള ഈ ഭീമാകാര നിർമ്മിതി നാഞ്ചിനാടൻ നിർമ്മാണ കുശലതയുടെ തെളിവാണ്. കരിങ്കൽ നിർമ്മിതിയായ തോമയാർ കോവിലിൻ്റെ പിന്നിലെ നാഞ്ചിനാടൻ നിർമ്മാണ വൈദഗ്ധ്യം ഈ കോട്ടയുടെ സൃഷ്ടിയിലും ദർശിക്കാം. ചരിത്രത്തിൻ്റെ ഈടുവയ്പ്പുകൾ തേടിയാണ് യാത്രയെങ്കിൽ തോമയാർ കോവിലിൽ നിന്നും 10 കിലോമീറ്റർ അകലെ ഇരണിയൽ കൊട്ടാരത്തിലെത്താം. കരിങ്കൽ കോട്ടയ്ക്കുള്ളിൽ ജീർണതയുടെ പാരമ്യത്തിലാണെങ്കിലും ഒരു കാലത്ത് വേണാടിൻ്റെ ഭരണസിരാകേന്ദ്രമായിരുന്ന ഇരണിയൽ കൊട്ടാരം ഇന്നും ഒരു കാഴ്ച നിലമാണ്. തകർന്നു വീണ വസന്തമണ്ഡപത്തിലെ മ്യൂറലുകളും ഒറ്റക്കൽ കിടക്കയും ഇന്നും സഞ്ചാരികളെ ആകർഷിക്കും. ചെറിയൊരു മലകയറ്റത്തിന് തയ്യാറാണെങ്കിൽ തിരുച്ചാരണത്ത് മലയിലേക്ക് പോകാം. തോമയാർ കോവിലിൽ നിന്നും 16 കിലോമീറ്റർ മാത്രം അകലെയാണിത്. ഭംഗിയായി സൂക്ഷിച്ചിട്ടുള്ള വഴിയിലൂടെ നടന്നെത്തുന്നത് ചിതറാൾ ജൈനക്ഷേത്രത്തിലേക്കാണ്. കല്ലിൽ കൊത്തിയ തീർത്ഥങ്കര രൂപങ്ങളും സമീപമുള്ള കല്ലിൽ തീർത്ത ഭഗവതി ക്ഷേത്രവും ബ്രഹ്മി, വട്ടെഴുത്ത്, മലയാളം ശിലാശാസനങ്ങളും മലമുകളിലെ ഒരിക്കലും വറ്റാത്ത കുളവും ആരെയും ആകർഷിക്കും. എപ്പോഴും വീശി അടിക്കുന്ന കാറ്റും മലമുകളിൽ നിന്നുള്ള നാഞ്ചിനാടിൻ്റെ വിശാല വീക്ഷണവും മനം മയക്കുന്നതാണ്.
സാഹസികതയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മാത്തൂർ തൊട്ടിപ്പാലം സന്ദർശിക്കാം. ആധുനിക മനുഷ്യൻ്റെ നിർമ്മാണ വൈദഗ്ധ്യമാണ് നിലനിരപ്പിൽ നിന്നും 101 അടി ഉയരത്തിലൊഴുകുന്ന ഈ ജലസേചന കനാൽ. സ്വൽപ്പം സാഹസികതയുണ്ടെങ്കിൽ കനാലിന് മുകളിലുള്ള പാലത്തിലൂടെ ഒരു നടത്തവുമാകാം. തോമയാർ കോവിലിൽ നിന്നും 8 കിലോമീറ്ററാണ് തൊട്ടിപ്പാലത്തേക്കുള്ള ദൂരം. തൊട്ടിപ്പാലത്തിന് സമീപമാണ് തിരുവട്ടാർ ക്ഷേത്രം. 3 വശവും പുഴ ചുറ്റി ഒഴുകുന്ന തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മുഖ്യ പരദേവതാ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ഭീമാകാരമായ ക്ഷേത്രം നിർമ്മാണ കലാസുഭഗത കൊണ്ടും പ്രശസ്തമാണ്. കാഴ്ചയുടെ കുളിർമ തേടിയാണ് സഞ്ചാരമെങ്കിൽ തോമയാർ കോവിലിൽ നിന്നും 24 കിലോമീറ്റർ അകലെയുള്ള തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. പാറയിലൂടെ പരന്നിറങ്ങുന്ന ജലനിർഝരി ആരുടെയും മനം മയക്കുന്ന ഒരു കാഴ്ചയാണ്. അപകടഭീതി കൂടാതെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുവാനും സാധിക്കും. കുടുംബസമേതം ഒരു ഉല്ലാസയാത്രയ്ക്കാണ് പദ്ധതിയിടുന്നതെങ്കിൽ ഉദയഗിരി കോട്ടയിലേക്ക് യാത്രയാകാം. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഉദയഗിരി കോട്ട ഇന്ന് ഒരു ചരിത്ര സ്മാരകം മാത്രമല്ല, ഒരു ഉല്ലാസ കേന്ദ്രം കൂടിയാണ്. ഭംഗിയായി സംരക്ഷിച്ചിട്ടുള്ള ഉദയഗിരി കോട്ടയ്ക്കുള്ളിലാണ് കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വിശ്വസ്തനായ വലിയ കപ്പിത്താനായി മാറുകയും ചെയ്ത ഡച്ച് നാവികൻ യൂസ്റ്റസ് ഡിലനോയ് തൻ്റെ ആസ്ഥാനമുറപ്പിച്ചത്. ഈ കോട്ട കേന്ദ്രീകരിച്ചാണ് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആധുനീകരണവും പീരങ്കി നിർമ്മാണവും അദ്ദേഹം നിർവഹിച്ചത്. ഡിലനോയിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും അന്ത്യവിശ്രമം കൊള്ളുന്നതും ഉദയഗിരി കോട്ടയിലാണ്. ഒരു സംരക്ഷിത വനവും മാൻ വളർത്തൽ കേന്ദ്രവും കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങളും ഉദയഗിരി കോട്ടയ്ക്കുള്ളിൽ ഇപ്പോഴുണ്ട്. തോമയാർ കോവിലിൽ നിന്നും കേവലം 6 കിലോമീറ്റർ മാത്രം അകലെയാണ് ഉദയഗിരി കോട്ട. സമുദ്രതീരങ്ങളാണ് ആകർഷണമെങ്കിൽ തോമയാർ കോവിലിന് സമീപം അവ അനേകമുണ്ട്. ഇവിടെ നിന്നും 13 കിലോമീറ്റർ മാത്രമാണ് കുളച്ചൽ തുറമുഖത്തേക്കുള്ളത്. അവിടെ കുളച്ചൽ യുദ്ധത്തിൻ്റെ രംഗവേദിയും പ്രമുഖ മത്സ്യബന്ധന തുറമുഖവും സന്ദർശിക്കാം. തോമയാർ കോവിലിൽ നിന്നും 17 കിലോമീറ്റർ യാത്ര ചെയ്ത് മണവാളക്കുറിച്ചിയിലെത്തിയാൽ അറബിക്കടലിൻ്റെ രൗദ്രമുഖം നേരിൽ കാണാം. ഏതാനും കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ വളർന്നുവരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായ മുട്ടം ബീച്ചിൽ അതേ അറബിക്കടലിൻ്റെ ശാന്ത സ്വഭാവവും ദർശിക്കാം. ഈ തീരത്തെല്ലാം സൂര്യാസ്തമയത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളും അനുഭവവേദ്യമാകും. തോമയാർ കോവിൽ കേന്ദ്രീകരിച്ചൊരു യാത്ര, അത് 1-2 ദിവസം നീളുന്ന ഒരു ഉല്ലാസയാത്രയാക്കാൻ യാതൊരു പ്രയാസവുമില്ല. 40 കിലോമീറ്റർ മാത്രം അകലെയുള്ള കന്യാകുമാരി യാത്രയിലും കേവലം 2 കിലോമീറ്റർ മാത്രം അധികം സഞ്ചരിച്ച് ഈ ദൈവനിലത്തെത്താം. നാഞ്ചിനാടിൻ്റെ കാഴ്ച നിലങ്ങൾ തേടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, ഈ പാതയ്ക്ക് സമീപം ഒരു സാംസ്കാരിക പൈതൃകം സ്ഥിതി ചെയ്യുന്നുണ്ട്, തോമയാർ കോവിൽ. കന്യാകുമാരിയിലേക്കും പത്മനാഭപുരത്തേക്കും കാഴ്ച തേടി പോകുമ്പോൾ തൊട്ടടുത്തുള്ള തോമയാർ കോവിൽ സന്ദർശിക്കാൻ മറക്കരുത്.
അത് ഇന്ത്യയുടെ ദേശീയ പൈതൃകമാണ്. നാഞ്ചിനാടിൻ്റെ സാംസ്കാരിക പെരുമയാണ്. ഒരു ജനതയുടെ 2 സഹസ്രാബ്ദ കാലത്തെ നിലനിൽപ്പിൻ്റെ പ്രതീകമാണ്. ഇതിലൊക്കെ ഉപരി തോമയാർ കോവിൽ ശാന്തത കളിയാടുന്ന ഒരു ദൈവനിലമാണ്. ക്രിസ്തു ശിഷ്യനായ മർത്തോമാ ശ്ലീഹയാൽ ആരംഭമിട്ട ഒരു തീർത്ഥാടന കേന്ദ്രവും.